ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്ന വെളിയിലാണ്. ഇന്ന് നമ്മൾ ഓടിക്കാൻ പോകുന്ന ഈ രണ്ട് വണ്ടിയാണ്. ഇത് ആർമാൻ്റെ ഫ്യൂറി 2 വീൽ ഡ്രൈവ് ആണ്. ഇത് ആർമാൻ്റെ മൊഹാവി 4 വീൽ ഡ്രൈവ് ആണ് ഈ വണ്ടി. അപ്പം ഞങ്ങൾ വന്നേക്കുന്നത് സസ്കാച്ചുവൻ ഐലൻഡ് പ്രൊവിൻഷ്യൽ പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കിലാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ രണ്ട് വണ്ടി ഇന്ന് വരെ ഞാൻ ഇത് വെളിയിൽ ഓടിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഇത് വെളിയിൽ ഇറക്കിയത്. മേടിച്ചപ്പം തൊട്ട് ഇങ്ങനെ തന്നെ ഇരിക്കും ഈ സാധനങ്ങൾ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇത് വെളിയിൽ ഓടിക്കും. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഈ റോഡ് നിങ്ങൾക്ക് കാണാം, നല്ല സ്ട്രെയിറ്റ് ഒരു 2-3 കിലോമീറ്റർ സ്ട്രെയിറ്റ് റോഡാണ് ഗൈസ്. അപ്പം നമ്മൾ റോഡിലും ഒന്ന് ഓടിച്ചു നോക്കും, പിന്നെ പാർക്കിൽ പോയിട്ടും എന്തെങ്കിലും ഒബ്സ്റ്റിക്കിൾസ് ഒക്കെ ഉള്ളതെടുത്ത് അവിടെ ഒന്ന് ഓടിച്ചു നോക്കും. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇനി മുമ്പോട്ട് വീഡിയോയിൽ കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ മൊഹാവി ഒന്ന് ഓടിച്ചു നോക്കാം. വേണ്ട പോകുന്നു, അവനങ്ങ് പോകും ഗൈസ്. നല്ല വണ്ടി കേട്ടോ. ഇതിൻ്റെ ഇലക്ട്രോണിക്സും ബാറ്ററിയും കാര്യങ്ങളും ഇതിൻ്റെ വണ്ടീൻ്റെ എല്ലാ സാധനം നല്ല ടോപ്പ് സാധനമാണ് ഗൈസ്. ഇനി ഗൈസ് നമുക്ക് ഫ്യൂറി ഓടിച്ചു നോക്കാം ഗൈസ്. അപ്പം നമുക്കിനി ഈ ഫ്യൂറി തുറക്കാം. ഇത് തുറക്കണേ ഇല്ല, ഇങ്ങനെ തലതിരിച്ച് വെച്ച് ഇത് ജസ്റ്റ് 2 ക്ലിപ്പ് മാത്രമേ ഉള്ളൂ ഇതിന്. രണ്ടിങ്ങനെ റെഡ് കളറ്. ഇതിങ്ങനെ പിടിക്കുക, പുള്ളി ചെയ്യുക, ബോഡി ഊരി വരും. ഇതാണ് ഗൈസ് ഇതിൻ്റെ ബോഡി. ഇനി നമുക്ക് ഇതിനകത്ത് ബാറ്ററി കണക്ട് ചെയ്യാം. അതിന് ജസ്റ്റ് ഇത് 2 പിടിക്കുക, ഞെക്കുക. ഈ സാധനം ഇങ്ങനെ തുറന്നു വരും. നല്ല തണുപ്പുണ്ട് ഗൈസ് ഇവിടെ. നിങ്ങൾക്ക് കാണാം അവിടെ ഇവിടെയൊക്കെ മഞ്ഞ് കിടക്കുന്നത്. അതായത് ഞാൻ ഇത്ര നാൾ വെളി ഇറങ്ങാതിരുന്ന ഗൈസ്. ഇത് ഭയങ്കര തണുപ്പാണ് വെളിയിൽ. നമ്മൾ ആവശ്യമില്ലാതെ വെളിയിൽ പോയി കഴിഞ്ഞാൽ കൈക്കൊക്കെ ഈ വിരലിനൊക്കെ വേനെടുക്കാൻ തുടങ്ങും. അപ്പോൾ ഇതാണ് ഗൈസ് ഇതിൻ്റെ ബാറ്ററി. ഇത് ജസ്റ്റ് നമ്മൾ എടുക്കുക, ഇതിങ്ങനെ ഇങ്ങനെ കണക്ട് ചെയ്യുക. ബാറ്ററി നല്ല ഹെവിയാണ് ഗൈസ് ഇതിൻ്റെ. ഇതിനി ഞാൻ സെറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം ഗൈസ്. ഗൈസ്, നമ്മളിനി ഫ്യൂറിനെ ഓടിക്കാം. നല്ല പവറുണ്ട് ഗൈസ് ഈ വണ്ടിക്ക്. ബൈ ബൈ. വേണ്ട പോകുന്നു ഫ്യൂറി. ഇത് കൺട്രോൾ ചെയ്യാൻ ഒത്തിരി എളുപ്പമാണ് ഗൈസ്. ഇത് ഒത്തിരി അത്രയും പാടൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് കാണാം. ഭയങ്കര നല്ല പവറുണ്ട് ഗൈസ് വണ്ടിക്ക്. മണ്ണും കല്ലും ഒക്കെ അങ്ങ് തെറിപ്പിക്കുക അങ്ങ്. ആണ് നമ്മുടെ ഫ്യൂറി. ഇനിയിപ്പം നിങ്ങൾ കണ്ടോ, ഞാൻ സ്ട്രെയിറ്റ് പോകാൻ പോവാണ്. വേണ്ട പോയി, വേണ്ട പൊക്കോണ്ടിരിക്കുക ഗൈസ്. അതങ്ങ് പോകും കേട്ടോ കുറേ ദൂരമൊക്കെ. പക്ഷെ വേണ്ട, പിന്നെ ഞാൻ അത്ര നടക്കേണ്ടി വരും. റിസീവറിന് അത് കിട്ടിയില്ലേ. വേണ്ട, വരുന്നുണ്ട്, അണ്ണൻ വരുന്നുണ്ട് ഗൈസ്. വേണ്ട ഗൈസ്, ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല പവറുണ്ട് കേട്ടോ. ഇതിന്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ. വേണ്ട പോയി ഗൈസ്. വേണ്ട വരുന്നു, അണ്ണം പതുക്കെ വരുന്നുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ആർമാൻ്റെ ഫ്യൂറി എന്ന് പറഞ്ഞ വണ്ടി. നമുക്കിനി ഇത് പാർക്കിൽ കൊണ്ടുപോയി ഓഫ് റോഡ് ഒന്ന് ഓടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് സാധനം. അപ്പോൾ ഗൈസ്, നമ്മുടെ ആർമയും കൊണ്ട് നമ്മളിപ്പം ആ പാർക്കിൽ വന്നിട്ടുണ്ട്. ഈ സാധനം നമുക്ക് ഇവിടെ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫുള്ളും മഞ്ഞ കേട്ടോ. ഇത് മറ്റേ പൊടിമഞ്ഞൊന്നും അല്ല, ഇത് ഗ്ലാസ് പോലെ ഇരിക്കുന്ന സാധനമാണ്. നിങ്ങൾക്ക് വീല് കണ്ടാൽ മനസ്സിലാവും വണ്ടി ഒരേ സ്ഥലത്തിരുന്ന് തെന്നുന്നത്. ഇത് 2 വീൽ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെയാ ഗൈസ് ഇതിൻ്റെ അവസ്ഥ. വേണ്ടോ ഗൈസ്. ഇനി നമുക്കിത് ഫ്രണ്ടിലോട്ടൊന്ന് പോവാം. ത്രോട്ടിലൊരു പകുതിയേ ഞാൻ കൊടുക്കുന്നുള്ളൂ ഗൈസ്. എന്നിട്ട് ഇങ്ങനെയാ തെന്നിക്കൊണ്ടിരിക്കുക സാധനം. ഈ വണ്ടി അടിപൊളി കേട്ടോ ഗൈസ്. ഇത് ഇങ്ങനെ വെളിയിൽ ഓടിക്കാൻ വേണ്ടി തന്നെ പണിത വണ്ടിയാണ് ഇതൊക്കെ. നമുക്ക് ഫുൾ ത്രോട്ടിൽ ഒന്ന് അടിച്ചു നോക്കാം. വേണ്ട പോകുന്നു. ഫുൾ ത്രോട്ടിൽ ഇതാ ഗൈസ്. മഞ്ഞായതുകൊണ്ട് അതിന് ട്രാക്ഷൻ കിട്ടുന്നില്ല അത്രയ്ക്കും. ഇത് നിങ്ങൾക്ക് കാണാം, ഡോണറ്റ് അടിച്ചുകൊണ്ടിരിക്കുക കടന്ന്. ഇനി നമുക്ക് ഗൈസ് ഇവിടെ ഒരു ചെറിയ ട്രാക്ക് ഉണ്ട്. ആ ട്രാക്കിൽ ഞാൻ ഇതൊന്ന് ഓടിച്ച് കാണിക്കാം നിങ്ങളെ. അത് ഈ വശത്ത് പോകണം. ഇനി ചള്ളയും മണ്ണും അത് അങ്ങനത്തെ സീനൊന്നുമില്ല ഗൈസ്. എവിടെ വേണേലും ഈ സാധനം ഓടിപ്പോകും. കണ്ടോ, നല്ല സുഖമായിട്ട് പോകുന്നത് കണ്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് അതിനകത്ത് ആ കോഴ്സിനകത്ത് എങ്ങനെ ഓടിക്കുന്നത് കാണിച്ചു തരാം.
ഗൈസ് ഇപ്പൊ ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു കുട്ടികൾക്ക് സൈക്കിൾ ഓടിക്കാനുള്ള കോഴ്സാണ്. നമുക്ക് ആർമ ഓടിച്ചു നോക്കാം. ഇതൊന്നും ഒരു വിഷയമല്ല ഗൈസ് ഈ സാധനത്തിന്. ഇതിലേയും കയറി അങ്ങ് പോകും. 2 വീലായിട്ടും ഇത് പോകും കേട്ടോ. ഇതുകൊണ്ടോ ഗൈസ്, നൈസ് സസ്പെൻഷന്റെ ഒക്കെ വർക്കിംഗ് കണ്ടോ നിങ്ങള് ഗൈസ്? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇത് മൊഹാവി ഓടിച്ചു നോക്കാം. ഇത് 4 വീലാ ഗൈസ്. ഇത് ചെറുതാണേലും നല്ല പക്ക പവർ കേട്ടോ ഗൈസ് ഈ വണ്ടിക്ക്. അതിന്റെ ഒരു ഗുമ്മുണ്ട് ഗൈസ്. നമുക്ക് കാണാനാണേലും ഓടിക്കാനാണേലും ഫ്യൂറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് നമുക്ക് സ്കേറ്റിംഗ് ചെയ്യുന്ന ഗ്രൗണ്ട് ഉണ്ട്, അവിടെ ഓടിക്കണം ഈ സാധനം. നമുക്ക് ജമ്പൊക്കെ ചെയ്യിപ്പിച്ച് ഫ്ലിപ്പൊക്കെ ചെയ്യിപ്പിച്ച് നല്ല അടിപൊളിയായിരിക്കും. ഇത് കാണാം, കൂളായിട്ടാണ് കയറി വരുന്ന സാധനം. ഇപ്പൊ ഞാൻ കുറെ നേരമായി കഴിച്ച് ഇതിട്ട് ഓടിക്കാൻ തുടങ്ങിയിട്ട്. അതാ ഫുള്ള് ചള്ളയും വെള്ളവും ഐസും ചെളിയും എല്ലാം വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. ഇനി ഇത് കഴുകിയെടുക്കൽ ഒരു ടാസ്ക് തന്നെ ആയിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോന്റെ വിശേഷം ഇതൊക്കെയായിരുന്നു. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞായിരുന്നു ഇതൊക്കെ ഞാൻ വെളിയിൽ കൊണ്ടുവരുമെന്ന്. ഞാൻ ഓർത്ത് ഈ മഞ്ഞൊക്കെ ഉരുകി കാണുന്നു. ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത് ഫുള്ള് മഞ്ഞും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അപ്പോൾ ഇനി ഞാൻ ആ ഡിഫൻഡറൂടെ പുറത്തിറക്കണമെന്ന് ഓർത്തായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ എടുക്കുന്നില്ല. ഇത് ഫുള്ള് ഇപ്പോൾ ഇതിൻ്റെ അകത്തെ ഇലക്ട്രോണിക്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫുള്ള് ചള്ളയും മണ്ണൊക്കെയാണ്. അപ്പോൾ ഗൈസ്, അതിപ്പോൾ നമ്മുടെ ഒറിജിനൽ വണ്ടി തന്നെ കണ്ടാൽ അറിയാം. ഫുള്ള് ചള്ളയായ വണ്ടി. ഫുള്ള് ഇങ്ങനെ ഈ ഒരുമാതിരി ചള്ളയും മണ്ണും അതും ഇതും എല്ലാം വീണ് ഇച്ചിരി വിഷയമാണ്. ഇനി നമുക്കിതെല്ലാം ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്യാൻ ആ ബ്രഷൊക്കെ വേണം. ഇങ്ങനെ പാടാം. എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോ, അടുത്ത എന്തെങ്കിലും ഒരു പരിപാടിയായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.